ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചുരുളഴിയാത്ത നിരവധി സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും ഉത്തരം കിട്ടാത്ത അത്തരം സംഭവങ്ങളിലൊന്നാണ് ബെന്നിംഗ്ടൺ ട്രയാങ്കിളിൻ്റേത്. ബെർമുഡ ട്രയാങ്കിളിനെ പോലെ തന്നെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ബെന്നിംഗ്ടൺ ട്രയാങ്കിളിന്റെ ഭയപ്പെടുത്തുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അമേരിക്കയിലെ വെർമോണ്ടിലെ ബെന്നിംഗ്ടൺ കൗണ്ടിയിൽ ഗ്രീൻ മൗണ്ടെയിൻ നാഷണൽ ഫോറസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഗ്ലാസ്റ്റർബറി മൗണ്ടെയിൻ. ഈ ഒരു പർവ്വതമടങ്ങുന്ന പ്രദേശത്താണ് നിഗൂഢമായ ബെന്നിംഗ്ടൺ ട്രയാങ്കിൾ ഉള്ളത്. വെർമോണ്ടിയിലെ തന്നെ എഴുത്തുകാരനും അമാനുഷികവും നിഗൂഢവുമായ സംഭവങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നയാളുമായ ജോസഫ് സിട്രോയാണ് ഈ ഒരു പ്രദേശത്തിന് ബെന്നിംഗ്ടൺ ട്രയാങ്കിൾ എന്ന പേര് നൽകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ബെന്നിംഗ്ടൺ ട്രയാങ്കിൾ? ഈ ഒരു കാട്ടിനുള്ളിലെ ട്രയാങ്കിൾ രൂപത്തിലുള്ള അദൃശ്യമായ ഒരു പ്രദേശത്തെയാണ് ബെന്നിംഗ്ടൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് 1945 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി പേരാണ് യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ഈ ഒരു പ്രദേശത്ത് അപ്രത്യക്ഷമായിട്ടുള്ളത്. കാലം ഇത്ര പിന്നിട്ടിട്ടും ഇന്നും ആ തിരോധാനത്തിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത. 1945 നവംബർ 12-നാണ് ഇവിടുത്തെ ആദ്യത്തെ സംഭവം അരങ്ങേറുന്നത്. 74-കാരനായ മെഡി റിവറും സംഘവും വേട്ടയാടാനും മീൻ പിടിക്കാനുമായിട്ടാണ് ഈ ഒരു പ്രദേശത്തെത്തിയത്. അങ്ങനെ സംഘത്തെ ഗൈഡ് ചെയ്തു പോകുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ നടത്തത്തിന്റെ വേഗത മെല്ലെ കുറഞ്ഞു വരാൻ തുടങ്ങി. മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കാം അദ്ദേഹം പതിയെ നടക്കുന്നതെന്ന് കണക്ക് കൂട്ടിയ മറ്റുള്ളവർ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ മുൻപോട്ട് പോയി. എന്നാൽ വേട്ടയ്ക്ക് പോയ സംഘം തിരിച്ചു വന്നിട്ടും മെഡി റിവർ മാത്രം കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഈ ഒരു സംഘത്തെ കൂടാതെ മറ്റൊരു സംഘവും വേട്ടയ്ക്കായി കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയും അദ്ദേഹം ഇല്ലെന്നറിഞ്ഞതോടെ അദ്ദേഹം ഈ കാടിലെവിടെയോ കാണാതായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. ശേഷം കുറച്ചു സമയം അവിടെയെല്ലാം അദ്ദേഹത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ അവർക്കവിടെ നിന്നും കണ്ടെത്താനായില്ല. തിരിച്ചെത്തിയ അവർ ഉടനെ തന്നെ ഈ വിവരം അധികാരികളെ അറിയിച്ചു. പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ അദ്ദേഹം വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗണ്ണ് മാത്രമേ അവർക്ക് കണ്ടെത്താനായുള്ളൂ. മെഡി റിവർ ആദ്യമായിട്ടല്ല ഈ ഒരു കാട്ടിലേക്ക് വേട്ടയ്ക്കെത്തുന്നത്. മുൻപ് പലതവണ ഇവിടെ വന്നിട്ടുള്ള അദ്ദേഹത്തിന് ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരാളായിരുന്നിട്ടും ആരോടുമൊന്നും പറയാതെ എങ്ങോട്ടാണ് അദ്ദേഹം അപ്രത്യക്ഷമായത് എന്നത് പോലീസുകാരെ കുഴക്കി. പലപ്പോഴായി അദ്ദേഹത്തിനെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഈ ഒരു സംഭവം നടന്ന് 1 വർഷത്തിനു ശേഷമാണ് അടുത്ത സംഭവം അരങ്ങേറുന്നത്. 1946 ഡിസംബർ 1-ന് പോളി വിൽഡൻ എന്ന കോളേജ് വിദ്യാർത്ഥിയും സംഘവും ഹൈക്കിങ്ങിനായാണ് ഇവിടെ എത്തിയത്. അവളടങ്ങിയ സംഘത്തിനൊപ്പം ബെന്നിംഗ്ടൺ ബാനർ എന്ന പത്രത്തിന്റെ പത്രാധിപനായ ഏണസ്റ്റ് വൈറ്റ്മാനും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഒരു ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്തിരുന്നത്. ഏതുവഴിയാണ് പോകേണ്ടതെന്ന കറക്റ്റായ നിർദ്ദേശവും അദ്ദേഹം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുന്നതിനിടയിൽ പോള വെൽഡൻ പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിയുകയും പിന്നീട് അവളെ അവിടെ വെച്ച് കാണാതാവുകയുമായിരുന്നു. പോളയെ കാണാതായതോടുകൂടി കൂടെയുണ്ടായിരുന്ന സംഘം തിരിച്ചു മടങ്ങുകയും ചെയ്തു. അവൾ തിരിച്ചു പോയിരിക്കാമെന്ന് കരുതിയ അവർ ആദ്യമൊന്നും ഇത് കാര്യമാക്കിയില്ലെങ്കിലും പിറ്റേന്ന് അവൾ കോളേജിലോ അവൾ താമസിക്കുന്നിടത്തോ ഇല്ലെന്ന് മനസ്സിലായതോടെ ഈ വിവരം അന്വേഷണ സംഘത്തെ അറിയിച്ചു. അമേരിക്കൻ അന്വേഷണ സംഘമായ FBI അവർക്കായി കാട് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. പോളയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $500 പാരിതോഷികം പോലും ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടും അവളുടെ തിരോധാനത്തെക്കുറിച്ച് ഒരു സൂചനയും ആർക്കും എവിടെ നിന്നും കിട്ടിയതുമില്ല. പോള വെൽഡന്റെ ഈ ഒരു തിരോധാനത്തെ സംബന്ധിച്ച് അന്ന് പല കഥകളും പ്രചരിച്ചിരുന്നു. ഒരു കുപ്രസിദ്ധിക്ക് വേണ്ടി എല്ലാവരെയും പറ്റിച്ച് അവൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാകാമെന്ന് വരെ ആളുകൾ കരുതി. അല്ലെങ്കിൽ അവൾ മരണപ്പെട്ടിരിക്കാമെന്നും അതല്ല മറിച്ച് കാമുകനൊപ്പം എവിടേക്കെങ്കിലും ഒളിച്ചോടിയതായിരിക്കാം എന്നും ചിലർ പറഞ്ഞു പരത്തി. എന്തായാലും പോള വെൽഡന്റെ ഈ ഒരു കേസ് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് എന്നേക്കുമായി ക്ലോസ് ചെയ്യപ്പെട്ടു. പിന്നീട് ഒരു 2 വർഷക്കാലം അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും 2 വർഷങ്ങൾക്ക് ശേഷം അതായത് 1949-ലാണ് മറ്റൊരു സംഭവം അരങ്ങേറുന്നത്. ജെയിംസ് ടെഡ്ഫോർ എന്ന പട്ടാളക്കാരൻ സെയിന്റ് ആൽബൻസ് എന്ന പ്രദേശത്തുള്ള തന്റെ കുടുംബത്തെ കണ്ട് മടങ്ങി വരുന്ന വഴിക്കാണ് അപ്രത്യക്ഷമാകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു തിരോധാനം പതിവിലും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ബെന്നിംഗ്ടണിൽ എത്തുന്നതിന് മുൻപുള്ള സ്റ്റോപ്പിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ കാണാതാകുന്നത്. അദ്ദേഹത്തിന്റെ ബാഗും സാധനങ്ങളുമെല്ലാം തന്നെ ബസ്സിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. മറ്റു യാത്രക്കാരുടെ കണ്ണുവെട്ടിച്ച് ബസ്സിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയതായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ കാണാതായ ടെഡ്ഫോറിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും
ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടാണ് അദ്ദേഹം അപ്രത്യക്ഷമായത് എന്നത് ഇന്നും അജ്ഞാതമാണ്. ഈ 3 പേരുടെയും തിരോധാനത്തിനു ശേഷം 1950 ഒക്ടോബർ 12-ന് മറ്റൊരു മിസ്സിംഗ് കേസ് കൂടി ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത്തവണ 8 വയസ്സുകാരനായ പോൾ ജെപ്സൺ എന്ന കുട്ടിയായിരുന്നു കാണാതായത്. തന്റെ കുടുംബത്തോടൊപ്പം പിക്നിക്കിന് വന്നതായിരുന്നു പോൾ. ഇതിനിടയിൽ തന്റെ മാതാപിതാക്കളെ ഒന്ന് പറ്റിക്കാനായി പോളും സഹോദരന്മാരായ മറ്റു 2 പേരും ചേർന്ന് 3 മരത്തിന് പിന്നിലായി ഒളിച്ചിരുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ അരികിലേക്ക് എത്തിയപ്പോൾ അവർ തങ്ങൾ ഒളിച്ചിരുന്നിടത്തു നിന്നും ഇവരുടെ മുൻപിലേക്ക് ചാടി. എന്നാൽ ആ ചാടിയതിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പോൾ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. പോൾ എവിടെ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് അവൻ ആ മരത്തിന് പുറകിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ അവൻ ഒളിച്ചിരുന്ന മരത്തിനരികിൽ ചെന്ന് നോക്കിയിട്ടും അവനെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. അവൻ തങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതിയവർ ആ ചുറ്റുപാടുമെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും പോളിന്റെ ഒരു പൊടി പോലും അവർക്ക് കണ്ടെത്താനായില്ല. സംഭവമറിഞ്ഞ് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. മാത്രമല്ല, പോള വെൽഡൺ കാണാതായെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ചാണ് പോളിനെയും കാണാതായതെന്നും പറയപ്പെടുന്നു. പിന്നീട് ഇതേ വർഷം തന്നെ മറ്റൊരാളും ഇതേ പ്രദേശത്തു നിന്നും പ്രത്യേക സാഹചര്യത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. 1950 ഒക്ടോബർ 23-നാണ് 53-കാരിയ ഫ്രെഡ ലെങ്കറിനെ ഇവിടെ നിന്നും കാണാതാകുന്നത്. തൻ്റെ കസിനായ ഹെർബർട്ടിനൊപ്പം ഹൈക്കിങ്ങിന് വന്നതായിരുന്നു അവർ. ഹൈക്കിങ്ങിനിടയിൽ അവിടെയുണ്ടായിരുന്ന ഒരു അരുവിയിൽ അവർ അറിയാതെ കാൽവഴുതി വീണു. അങ്ങനെ വസ്ത്രമെല്ലാം നനഞ്ഞതോടെ ക്യാമ്പിൽ പോയി താൻ വസ്ത്രം മാറി വരാം എന്നു പറഞ്ഞ ഫെരീഡയെ നേരം ഒത്തിരിയായിട്ടും കാണാത്തതിനെ തുടർന്ന് കസിനായ ഹെർബർട്ട് ക്യാമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഫ്രെയ്ഡ ക്യാമ്പിലെത്തിയതായ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ലെന്നും ക്യാമ്പിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർ കാണാതായിട്ടുണ്ടെന്നുമായിരുന്നു ഹെർബർട്ടിന്റെ മൊഴി. ശേഷം ഫ്രെയ്ഡയ്ക്ക് വേണ്ടി പല വഴിക്ക് തിരച്ചിൽ നടത്തി. ആദ്യം തന്നെ ഒന്നും കണ്ടെത്തിയില്ലെങ്കിലും ഒടുവിൽ 7 മാസങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായവരിൽ കണ്ടെടുത്ത ഒരേയൊരു മൃതദേഹമായിരുന്നു ഇവരുടേത്. എന്നാൽ ഇവരുടെ മൃതദേഹം വിശദമായി പരിശോധിച്ചിട്ടും എന്താണ് മരണകാരണം എന്നത് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതോടെ ഈ 5 വർഷത്തിനിടയിലുള്ള തിരോധാനങ്ങളൊക്കെ തന്നെ പ്രദേശവാസികളെ കൂടുതൽ ഭീതിയിലാക്കി. അമാനുഷികമായ എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്നും അതാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നുമുള്ള കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ മിസ്സായവരെല്ലാം തന്നെ ചുവപ്പ് ജാക്കറ്റ് ധരിച്ചിരുന്നതായും പറയപ്പെടുന്നു. അതായത് ചുവപ്പ് നിറം എന്നത് എത്ര ദൂരത്തു നിന്നും കാണാൻ കഴിയുന്ന ഒരു നിറമാണ്. ഈ നിറവും ആളുകളുടെ തിരോധാനവും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു. കാടിനുള്ളിൽ മറ്റൊരു ക്രിയേച്ചർ ഉണ്ടെന്നും അതാകാം ഇവരെയെല്ലാം ഇല്ലാതാക്കിയതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ആളുകൾ കാണാതായത് ഒരു പ്രത്യേക പ്രദേശത്തായതുകൊണ്ട് തന്നെയാണ് ജോസഫ് സിൻഡ്രോ ആ ഒരു പ്രദേശത്തെ ബെന്നിങ്ടൺ ട്രയാങ്കിൾ എന്ന് വിളിച്ചത്. ഈ ഒരു പ്രദേശത്തെ തിരോധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിലും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ അന്യഗ്രഹ ജീവികൾ പോലുമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു പ്രത്യേക തരം നരഭോജി കല്ലുകളുണ്ടെന്നും അതാണ് ഇവരെയെല്ലാം ഇല്ലാതാക്കിയതെന്നും വരെ കഥകളുണ്ട്. പലർക്കും ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണുള്ളത്. അമാനുഷികമായ എന്തോ ഒന്നാണ് ഇതിന് പിന്നിലെന്നു തന്നെയാണ് പലരും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ അത് സാധൂകരിക്കുന്ന തരത്തിൽ തെളിവുകളൊന്നും തന്നെ നമ്മുടെ പക്കലില്ല. അതിനാൽ യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും അജ്ഞാതമായി തന്നെ തുടരുന്നു.